വസല്ലമ എല്ലാ ദിവസവും രാത്രി തബാറക സൂറത്തും സജദാ സൂറത്തും ഓതാതെ തങ്ങൾ ഉറങ്ങാറില്ല എന്ന് ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അത് വലിയൊരു സന്തോഷമാണ്. തബാറക സൂറത്ത് ഓതുന്നത് മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു കുല്ല ലൈല, എല്ലാ രാത്രിയിലും തബാറക സൂറത്ത് ഓതുന്നത് മനാഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബ്രി, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനെ തടഞ്ഞു നിർത്തുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്ത് തബാറകക്ക് പേര് വിളിച്ചിരുന്നത് അൽ മാനിഅ അൽ മുൻജിയ. അൽ മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്നത്, ശിക്ഷ തടയുന്നത്. അൽ മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നത്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, തബാറക സൂറക്ക് ആ വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് മുഴുവനും അത് പഠിച്ചതും അത് പഠിപ്പിച്ചതും. കുടുംബക്കാരിൽ എല്ലാവരോടും ഓതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാളെ വിളിച്ച് പറഞ്ഞില്ലേ, നിന്റെ കുടുംബത്തിന് പറ്റിയൊരു സമ്മാനം ഞാൻ പറഞ്ഞു തരട്ടെ, അതുകൊണ്ട് വലിയ സന്തോഷം നിനക്ക് ലഭിക്കും. എന്താ സമ്മാനം? ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക സൂറത്ത് നീ ഓതണം. വഅല്ലിംഹാ അഹ്ലക, നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും നീ അത് പഠിപ്പിക്കണം. വജമീഅ വലദിക വസുബിയാനി ബൈതിക വജീറാനിക, നിന്റെ കുടുംബത്തിലെയും അയൽവക്കത്തെയും ചെറിയ മക്കൾക്ക് പോലും തബാറക സൂറത്ത് നീ പഠിപ്പിക്കണം. ഫഇന്നഹൽ മുൻജിയതു വൽ മുജാദില, ഓതി പതിവായി നടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ അവരോട് സംവദിക്കുന്ന സൂറത്താണ് തബാറക സൂറത്ത്. രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് വലിയ സന്തോഷം കിട്ടി. തബാറക സൂറത്ത് ഒരാൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു, അയാളെ കൂടെ ആകെ ഒരു തബാറക സൂറത്ത് മാത്രമേ ഉള്ളൂ. തബാറക എന്നും അയാൾ ഓതും. ഖബറിലേക്ക് വെച്ചപ്പോ മലക്കുകൾ വന്നു. മലക്കയാളെ ശിക്ഷിക്കാനും പ്രതിരോധിക്കാനും വന്നപ്പോ തബാറക സൂറത്തതാ അയാളെ മുഖത്തിന്റെ ഭാഗത്ത് വന്നിങ്ങനെ നിന്നു. തബാറക സൂറത്ത് വലിയ വെളിച്ചമായി നിന്നിട്ട് പറഞ്ഞു, തബാറക സൂറത്ത് പറയുന്നു, നീ അള്ളാഹുവിന്റെ സൂറത്തിൽപ്പെട്ട സൂറത്തല്ലേ? തബാറക സൂറത്ത് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്താണ്, അള്ളാഹുവിന്റെ കിതാബിൽപ്പെട്ടൊരു സൂറത്താണ്. ഈ മനുഷ്യൻ ഒരുപാട് ഈ സൂറത്ത് ഓതിയതാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ ശിക്ഷിക്കരുത്. മലക്കുകളോട് വന്നപേക്ഷിക്കുന്നു, ശിക്ഷിക്കരുത്. മലക്കുകൾ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, ഞാൻ നിന്റെ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്തല്ലേ, ഈ മനുഷ്യനെ നീ ദുഷിപ്പിക്കുന്നത് എനിക്ക് പ്രയാസമുണ്ട്. ഇയാള് എന്നെ ഒരുപാട് ഓതിയതാണ്, അതുകൊണ്ട് എന്റെ റെക്കമെൻഡ് നീ സ്വീകരിക്കണേ അല്ലാ. എന്നെ പഠിച്ചിട്ടുണ്ട്, എന്നെ ഓതിയിട്ടുണ്ട്. ആ മനുഷ്യനെ നീ ശിക്ഷിക്കുകയാണോ, തീ കൊണ്ട് കരിച്ച് കളയുകയാണോ? അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ നിന്റെ കിതാബിൽ നിന്ന് എന്നെ നീ മായ്ച്ചു കളയണം. നിന്റെ കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണം. എന്നെ മായ്ച്ചു കളഞ്ഞ ശേഷം നിനക്ക് ഈ മനുഷ്യനെ ശിക്ഷിക്കാം. തബാറക സൂറത്തിന്റെ മുജാദില എന്ന് പറഞ്ഞില്ലേ, സംവദിക്കുന്നത്, തർക്കിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സൂറത്ത് പറയുകയാണ്, നിന്റെ കിതാബിൽപ്പെട്ട സൂറത്താകുന്ന ഞാന്, എന്നെ ഈ മനുഷ്യൻ ഓതി പഠിച്ചു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു. അത് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ലേ അല്ലാ, എന്നിട്ടും ഈ മനുഷ്യനെ ശിക്ഷിക്കാനാണോ ഉത്തരവിടുന്നത്? അങ്ങനെ ശിക്ഷിക്കാനാണെങ്കിൽ എന്നെ നീ നിന്റെ കിതാബിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ശേഷമേ ഇയാളെ ശിക്ഷിക്കാവൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തബാറക സൂറത്തിന്റെ ആ ഒരു ശഫാഅത്ത് സ്വീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇല്ല, നിന്റെ ശഫാഅത്ത് ഞാൻ സ്വീകരിക്കുന്നു, ആ മനുഷ്യനെ ശിക്ഷിക്കുന്നില്ല.
തബാറക സൂറത്ത് ആ മനുഷ്യന്റെ ഒപ്പം നിന്നുകൊണ്ട് പറയുന്നു, മർഹബം ബിഹാദൽ ഫമി ഫറുബ്ബമാ തലാനി വമർഹബം ബിഹാദസ് സ്വദ്രി ഫറുബ്ബമാ വഅനി വമർഹബം ബിഹാതൈനിൽ ഖദമൈനി ഫറുബ്ബമാ ഖാമതാ ബിഹി. എത്രയാണ് ഈ നാവ് കൊണ്ട് എന്നെ ഓതിയത്, ഈ മനസ്സിൽ എന്നെ ഹൃദിസ്ഥമാക്കിയത്, ഈ രണ്ട് കാൽപാദം കൊണ്ട് നിന്നിട്ട് എത്രയാണ് എന്നെ ഓതിയത് കേട്ടത്. അതുകൊണ്ട് സന്തോഷമാണ്, സമാധാനമാണ്, ഖബറിൽ നേരം പോക്ക് നൽകുന്നു. സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ സുഖം അനുഭവിക്കുന്നത് എല്ലാവരും ഒരു രൂപത്തിലാണോ? അല്ല.